Good morning, all. Good morning, Miss. Good morning, ma'am. Good morning. Prayer പറഞ്ഞോട്ടോ. Good morning, all. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. തോട്ട് ഞാനാണ് പറയുന്നത്. എൻ്റെ പേര് റുബീന പുളിശ്ശേരി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും അപർണ മിസ്സിനും നന്മയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഡോണ്ട് വെറി, ബി ഹാപ്പി. താങ്ക് യു മിസ്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ സപ്ന. ഇന്ന് 13/11/2025 വ്യാഴം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് അപർണ മാഡം ആണ് എടുത്തു തരുന്നത്. മാഡത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടാണ് ഇപ്പം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിലേക്ക് സ്വാഗതം. Okay. ഈ ഇമേജിൽ കാണുന്ന ഇതറിയാമോ? കണ്ടിട്ടുണ്ടോ? Montessori. അല്ലെ, നമ്മൾ ഈ കോഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് കോഴ്സിനെ കുറിച്ച് കേട്ടപ്പോ ആദ്യം സെർച്ച് ചെയ്ത് പോയത് മരിയാം മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെ? സെർച്ച് ചെയ്ത് നോക്കിയിരുന്നോ? അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് എന്തായിരുന്നു എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിരുന്നു മിസ്. ഓക്കെ, നമുക്ക് ആ പോർഷൻസ് വരുമ്പോൾ മരിയാം മോണ്ടിസോറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഐ തിങ്ക് സോ ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, മെൻജൈറ്റിസിനെ കുറിച്ചിട്ട്. സെമിനാർ ഇന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ മാം. കുട്ടികളുണ്ടോന്ന് പറയണോ കേട്ടാ. ജിറ്റി, മൃദുല, റുബീന, വിഷ്ണുപ്രിയ. റുബീന എനിക്ക് തോന്നുന്നു CPR ആണ് എടുത്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലോ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാത്തിമയോ? വിഷ്ണുപ്രിയ DT. വിഷ്ണുപ്രിയ. പിന്നെ കുട്ടികളുടെ പേര് ഫാത്തിമയാണെന്ന് തോന്നുന്നു. മൃദുല. ഓക്കെ, മൃദുലയുടെ പേര് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സെമിനാർ നമുക്ക് മെൻജൈറ്റിസിനെ കുറിച്ചിട്ടല്ലേ ഫസ്റ്റ് മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് സെമിനാർ എടുത്തോട്ടെ. ആദ്യം ഞങ്ങൾക്ക് ഇഞ്ചിയാണ്. 1 മിനിറ്റ്. പ്രസന്റ് ചെയ്യാലോ മാം? വിഷ്ണുപ്രിയ ആണ് ആദ്യം. യെസ് മാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ചെയ്യട്ടെ. 1 മിനിറ്റ്. ഓക്കെ. അത് എഴുതിയ ഓർഡറിലാണ് വിളിച്ചത്. സോറി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സെമിനാറിന്റെ ടോപ്പിക്
ഹൗ ടു ഡിഫീറ്റ് മെനിഞ്ചൈറ്റിസ് എന്നാണ്. അതായത് നമ്മൾ എങ്ങനെ മെനിഞ്ചൈറ്റിസിനെ നേരിടാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സെമിനാർ ഗൈഡ് ചെയ്യുന്ന അപർണ മിസ്സിനെയും ഈ സെമിനാർ എന്നോടൊപ്പം പ്രസന്റ് ചെയ്യുന്ന ഡിറ്റിയെയും മിഥിലയെയും പിന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മൾ എല്ലാവർക്കും മെനിഞ്ചൈറ്റിസിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഇൻട്രോയിലോട്ട് കിടക്കാം. ദ ടേം മെനിഞ്ചൈറ്റിസ് ഈസ് ഡെറിവേഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മെനിങ്സ്, MENINX. മെനിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെംബ്രെയിൻ എന്നാണ്. നമുക്കറിയാം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം കവറിങ് ലെയേഴ്സ് ഉണ്ട്, അതായത് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് മെനിഞ്ചസ് എന്നുള്ളത്. അപ്പൊ ആ മെനിഞ്ചസിന് വരുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഐറ്റിസ് എന്താണ്? ഐറ്റിസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടെർമിനോളജിയാണ്, അതായത് ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഐറ്റിസ്. അതിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുവാണെങ്കിൽ വീക്കം എന്ന് പറയാം. നമ്മൾ ടോൺസിലൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയാണ് മെനിഞ്ചൈറ്റിസ്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലങ്സിന്റെ ഒരു കവറിങ് മെംബ്രെയിനെ നമ്മൾ പ്ലൂറ എന്ന് പറയും. അതുപോലെ ബ്രെയിനിന്റെ കവറിങ് മെംബ്രെയിനെ മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചസിനുണ്ടാകുന്ന ഡിസീസ് ആണ് മെനിഞ്ചൈറ്റിസ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റുമുള്ള ഫ്ലൂയിഡിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്. ഇനി ഇൻഫെക്ഷൻ കാരണമാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് വൈറസ്, ബാക്ടീരിയ, പിന്നെ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ഫംഗസ്, അമീബ, ഇവയൊക്കെ ഇതിന് കാരണമാണ്. ഇപ്പൊ നമുക്ക് വൈറലായിട്ടുള്ള മസ്തിഷ്ക ജ്വരം എല്ലാവർക്കും അറിയാലോ, അമീബിക് മസ്തിഷ്ക ജ്വരം. അപ്പൊ ഈ മെനിഞ്ചൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മസ്തിഷ്ക ജ്വരത്തിലേക്ക് കടക്കാം. നമ്മൾ അതിനെ ഇംഗ്ലീഷില് മെനിഞ്ചോ എൻസെഫാലൈറ്റിസ് എന്ന് പറയും. ഇവിടെ എൻസെഫാലോ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെനിഞ്ചോ എൻസെഫാലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ. അവിടെ മെനിഞ്ചസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ കവറും, ഇവിടെ ബ്രെയിനിനെ എൻസെഫാലോ ഐറ്റിസ് എന്ന് പറയും. മസ്തിഷ്ക ജ്വരം വേറെയാണ്, മെനിഞ്ചൈറ്റിസ് വേറെയാണ്. പിന്നെ ചില ഡ്രഗ്സിന്റെ ഉപയോഗം കാരണവും നമുക്ക് മെനിഞ്ചൈറ്റിസ് വരാം. അത് എങ്ങനെയുള്ള ഡ്രഗ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. പിന്നെ നമ്മുടെ ആന്റിബയോട്ടിക്സ് എല്ലാം അല്ല, അത് വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് എല്ലാ മെഡിസിനും ഇങ്ങനെ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് നമ്മളെ നയിക്കത്തില്ല. പിന്നെ മെനിഞ്ചൈറ്റിസ് പകരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് റെസ്പിറേറ്ററി ആൻഡ് ത്രോട്ട് സെക്രീഷൻ. ഇപ്പോൾ തുമ്മുന്നതിലൂടെയും ചുമയ്ക്കുന്നതിലൂടെയൊക്കെ നമ്മുടെ സെക്രീഷൻസിലൂടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ ചുമ, സ്നീസിങ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ്, ഇപ്പോ ബ്രഷ്, ലിപ്സ്റ്റിക്ക്, പാത്രങ്ങള്, ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയും ഈ ഒരു ഡിസീസ് പകരാം. പിന്നെ ക്ലോസ് കോണ്ടാക്ട്, അടുത്തിരിക്കുന്നതിലൂടെയൊക്കെ പകരാം. ഇനി മെനിഞ്ചൈറ്റിസിന് കാരണമായിട്ടുള്ള ജേംസ് അനുസരിച്ച്, അതായത് മെനിഞ്ചൈറ്റിസ് പകരുന്ന അണുക്കളെ അനുസരിച്ച് അതിന്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷനും മാറ്റമുണ്ട്. ഇപ്പൊ കോമൺ ബാക്ടീരിയ ആണെങ്കിൽ അത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയും സെക്രീഷനിലൂടെയും ആയിരിക്കും സ്പ്രെഡ് ആവുന്നത്. വൈറസ് ആണെങ്കിലും പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അതുപോലെ ഇപ്പൊ ഫംഗസ് ആണ് ഈ ഡിസീസിന് കാരണമായിട്ടുണ്ടെങ്കിൽ സോയിലൂടെയും മണ്ണിലൂടെയും പിന്നെ അനിമൽസിന്റെ ഡ്രോപ്പിംഗ്സ് നമ്മൾ പറയത്തില്ല, വിസർജ്യം, അതിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസിഡൻസ്. അതായത് വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ
ഏകദേശ കണക്ക് പ്രകാരം മെനിഞ്ചൈറ്റിസ് അഫക്റ്റഡ് മോർ ദാൻ 5 മില്യൺ പീപ്പിൾ ഗ്ലോബലി ഈച്ച് ഇയർ. അതായത് കുറഞ്ഞത് 5 മില്യൺ ആൾക്കാർക്കാണ് 5 മില്യൺ ആൾക്കാർക്കാണ് ലോകത്താകമാനം മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത്. അത് ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശ കണക്കെടുത്താൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 50,000-ൽ കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാല് ഡെത്ത് സംഭവിക്കുന്നത് കൂടുതലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പം മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നു, അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണ് എല്ലാവരും. അപ്പൊ നമ്മളത് എന്തായാലും ഈ ഒരു ഡിസീസിനെ കുറിച്ച് നല്ല അവയർനെസ് ഉള്ളവരായിരിക്കണം. നമുക്കും കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഡിസീസിനെ കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് നമ്മൾ അതിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് മിഥിലയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിഥില പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. വിഷ്ണുപ്രിയ ഇപ്പോൾ മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് ഒരു ഇൻട്രോ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ബാക്കി അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസിനെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോണത്. ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വൈറൽ, തേർഡ് ഫംഗൽ, ഫോർത്ത് പാരസൈറ്റിക്, നെക്സ്റ്റ് നോൺ ഇൻഫെക്ഷ്യസ്. ഇതിൽ ബാക്ടീരിയൽ അതിന് കാരണമാകുന്ന പോസിറ്റീവ് ഏജന്റ് ആണ് നൈസീരിയ മെനിഞ്ചൈറ്റിസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഇത് രണ്ടുമാണ് ഈ ബാക്ടീരിയലിന് കാരണമാകുന്നത്. ഈ ബാക്ടീരിയലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. ഇതിനെന്താണ് പെട്ടെന്ന് അടിയന്തര ചികിത്സ ഇതിന് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് വൈറൽ. വൈറലിലെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് എൻറ്ററോവൈറസ് ആൻഡ് ഹെർപ്പിസ് വൈറസ്. ഒന്നുകൂടി പറയാം, എൻറ്ററോവൈറസ് ആൻഡ് ഹെർപ്പിസ് വൈറസ് ആണ് ഇതിന് കാരണമാകുന്ന പോസിറ്റീവ് ഏജന്റ്. ഇത് സാധാരണയായിട്ട് എന്താണ് കുറവാണ്, അതായത് ബാക്ടീരിയലിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറച്ച് തീവ്രത കുറവായിരിക്കും. തേർഡ് വൺ ഫംഗൽ മെനിഞ്ചൈറ്റിസ്. ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമാൻ. ഫംഗലിന്റെ കോസേറ്റീവ് ഏജന്റ് ആണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമാൻ. ഇതെന്ന് പറയുന്നത് പ്രതിരോധശേഷി കുറവുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഇത് ദീർഘകാലം നീളുന്ന ഒരു ഇമ്മ്യൂൺ ഉള്ളതാണ് ഈ ഫംഗൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇമ്മ്യൂൺ കുറവുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാരാസൈറ്റിക്. ഈ പാരാസൈറ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ കോസേറ്റീവ് ഏജന്റ് ആണ് നെഗലേറിയ ഫൗളേരി ആണ് ഇതിന്റെ കോസേറ്റീവ് ഏജന്റ്. ഇത് അപൂർവമായിട്ട് കാണപ്പെടുന്നതാണ്, പക്ഷെ എങ്കിലും അപകടകരമാണ്. നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത് ഇത് ഈ ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ഈ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ഈ മരുന്ന് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ്. പിന്നെ ഈ പാരാസൈറ്റിക് മെനിഞ്ചൈറ്റിസിൽ തന്നെയാണ് നമ്മൾ പറയണതാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ കോസേറ്റീവ് നൈഗ്ലേറിയ ഫൗളേരി തന്നെയാണ്. പിന്നെ ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞല്ലോ, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 20 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഈ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞ കുഞ്ഞുങ്ങള്, വയോധികര്, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കുറവുള്ളവരും ഇത് കാണപ്പെടുന്നുണ്ട്. ഈ HIV പേഷ്യൻസ്, പ്രഗ്നൻസി ടൈമില്, ഇതൊക്കെ എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ സ്കിപ്പിംഗ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവരിലും ഇത് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇതിന്റെ രോഗനിർണയം. ഇത് രോഗം ടെസ്റ്റ് ചെയ്യാനുള്ളത് പറയുന്നത് CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ആണ് ഇത് നമ്മളിത് രോഗം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ് നമ്മൾ പറഞ്ഞു, നാലെണ്ണം നമ്മൾ പറഞ്ഞു. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പാരസൈറ്റിക് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ്. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ബാക്ടീരിയയിലാണ്. അതിന്റെ പോസിറ്റീവ് ഏജന്റ് പറഞ്ഞു നൈസീരിയ മെനിഞ്ചൈറ്റിസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. പിന്നെ വൈറലിന് പോസിറ്റീവ് ഏജന്റ് ആണ് എൻറ്ററോവൈറസ് ആൻഡ് ഹെർപ്പിസ് വൈറസ്. ഇത് തീവ്രത വളരെ കുറവാണ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫംഗൽ. അതിന്റെ പോസിറ്റീവ് ഏജന്റ് ആണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമാൻ. നെക്സ്റ്റ് പാരസൈറ്റിക്. അതിന്റെ പോസിറ്റീവ് ഏജന്റ് നെഗലേറിയ ഫൗളേരി.
അപ്പൊ ഇതാണ് ഇതിന്റെ ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞത്. ഇതിന്റെ രോഗനിർണയം എന്ന് പറയുന്നത് CSF എടുത്തിട്ടാണ് ഇത് രോഗം ടെസ്റ്റ് ചെയ്യണത്. പിന്നെന്ന് പറയുന്നത് ഇതില് ഹൗ ടു അഫക്ട് മെനിഞ്ചൈറ്റിസ് ഇൻ ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ, എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് അഫക്ട് ചെയ്യണത് എന്നാണ് ഇത് പറയണത്. അതായത് ഇപ്പോ ഈ ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും എന്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതിന് കാരണമാകുന്നത് അവർക്ക് എന്താണ് വളരെ ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് വളരെ കുറവായിരിക്കും. ഇവർക്ക് രോഗപ്രതിരോധ ശേഷി എന്താണ് മെച്ചപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ എന്താണ് ഈ കൂട്ടമായിട്ട് സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ഹോസ്റ്റലില്, പിന്നെ ഈ രോഗം പടരുന്ന ആളുമായിട്ടുള്ള ഒരു സമ്പർക്കം മൂലൊക്കെ എന്താണ് ഇത് വളരെ കൂടുതലാണ്. ആയതിനാൽ ഇവർക്ക് എന്ത് വേണം, ഹെൽത്ത് ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. ഹെൽത്ത് ഹൈജീൻ ഇതിന് വളരെ ഒരു അത്യാവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് അവർക്ക് അവയർനെസ് കൊടുക്കണം. അവരെപ്പോഴും ഹെൽത്ത് എന്താണ് ഹൈജീൻ ആയിട്ട് ഇരിക്കണം, കൈകൾ വൃത്തിയാക്കിയിരിക്കുക, പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുക, ബാത്റൂം വന്നതിന് ശേഷം നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകണം. പിന്നെ ഈ രോഗബാധിതമായിട്ടുള്ള അടുത്ത ബന്ധം വളരെ നമ്മൾ എന്താണ് കഴിവ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരെ ഉടനെ എന്താണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, രോഗലക്ഷണം കണ്ടാൽ തന്നെ അവരെന്താണ് ആ കുട്ടിയെ പെട്ടെന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോഴും നമ്മൾ എന്താണ് എപ്പോഴും വായും മൂക്കും പൊത്തി പിടിച്ചിട്ട് വേണം ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഇത്രയാണ് എനിക്ക് എന്റെ ടോപ്പിക്. ബാക്കിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രിവെൻഷൻ കൺക്ലൂഷന് എടുക്കാൻ വേണ്ടി ഡിറ്റിയെ വെൽക്കം ചെയ്യാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് എവരിബഡി. വിഷ്ണുപ്രിയും അതുപോലെ തന്നെ മിഥിലയും നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചു അല്ലേ? അവരെടുത്തത് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, മെനിഞ്ചൈറ്റിസിന് ഇൻട്രൊഡക്ഷൻ, അതുപോലെ മെനിഞ്ചൈറ്റീസ് എങ്ങനെയാണ് പകരുന്നത്, അതിൻ്റെ ഇൻസിഡൻസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റീസ്, പിന്നെ ഹൗ ടു എഫക്ട് മെനിഞ്ചൈറ്റീസ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് കുറിച്ച് പറഞ്ഞേക്കണത്. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിവെൻഷൻസ് ഓഫ് മെനിഞ്ചൈറ്റീസും പിന്നെ കൺക്ലൂഷൻ ആണ്. എങ്ങനെയൊക്കെയാണ് മെനിഞ്ചൈറ്റീസ് തടയാം, എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രിവെൻഷൻസ് ഓഫ് മെനിഞ്ചൈറ്റീസ്, രോഗലക്ഷണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചും ബോധവാന്മാരാകുന്നതിലൂടെയും വാക്സിനേഷൻ അതുപോലെ തന്നെ നല്ല ശുചിത്വം തുടങ്ങിയ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയും ഈ മെനിഞ്ചൈറ്റിസ് പകരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പൊ രോഗലക്ഷണങ്ങൾ നമ്മൾ സിംറ്റംസുകളൊക്കെ പറഞ്ഞു, കടുത്ത തലവേദന, അത് വിട്ടുമാറാത്ത പനി, ചുമ, ഛർദി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാഘവത്തോടെ ഇരിക്കാണ്ട് അത് എത്രയും പെട്ടെന്ന് അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ചെയ്യുക. സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് വേഗം തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കൺക്ലൂഷനിലേക്ക് കിടക്കാണ് കേട്ടോ. WHO നമുക്കറിയാലോ അതിന്റെ വേർഡ് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് അല്ലെ. അപ്പൊ അവര് ആ ഓർഗനൈസേഷൻ പ്രകാരം 2018 ഒരു ഗ്ലോബലി ഒരു സ്ട്രാറ്റജി ഇറക്കി, ഒരു നിയമം ഇറക്കി. അത് ഇന്നതാണ്, 2030 ആകുന്നതോടുകൂടി ഈ മെനിഞ്ചൈറ്റിസിനെ ഡിഫീറ്റ് ചെയ്യുമെന്നാണ്. ഒരു പരിധി വരെ ഇതിനെ ഈ നിയമം വന്നു. 2030 ആകുന്നതോടുകൂടി മെനിഞ്ചൈറ്റിസ് നമുക്ക് ഈ പ്രതിരോധിക്കാം എന്നൊരു നിയമം വന്നു. പിന്നെ പറഞ്ഞേക്കണത് ഈ WHO വിഷൻ എന്ന് പറയുന്നത്, WHO ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താണ്, എ വേൾഡ് ഫ്രീ ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ഇനി ഇതിനെ നമുക്ക് ഓരോരുത്തർക്കും അതിനോടൊപ്പം ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം അല്ലെ. ഇനി ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയാം, ഒന്നും കൂടി നമുക്ക് ഇത് ഈ പോർഷൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് പ്രതിരോധിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇതിനൊക്കെ നമുക്ക് ഈ രോഗത്തിനെ നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ശ്രദ്ധിക്കാം. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കൈകൾ കഴുകി വൃത്തിയായി ഇടയ്ക്കിടെ കഴുകുക. കുട്ടികളാണ് കൂടുതൽ. ഇപ്പൊ മുതിർന്നവർ അതൊക്കെ ചെയ്യായിരിക്കും, കുട്ടികൾ നമ്മൾ ചെയ്യാം. അത് അവർ കഴുകുന്നുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷമൊക്കെ മുമ്പും പിമ്പൊക്കെ അവര് കൈ കഴുകി, അതുപോലെ കളി കഴിഞ്ഞ് വരുമ്പോ ഒക്കെ കൈ കഴുകുന്നുണ്ടോ അതൊക്കെ നമ്മള് പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക.
എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെയോ ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ന്യൂട്രീഷൻ പരമായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കൃത്യമായ എക്സസൈസ് ഒക്കെ ചെയ്യുക അല്ലെ. കൃത്യമായ എക്സസൈസ് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയാ, നോർമലി ആയിട്ടുള്ള എക്സസൈസുകൾ ഇപ്പൊ ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. നമ്മൾ ഇത്ര സമയം രാവിലെ നടക്കും, അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ നമ്മളിത് ചെയ്യുക. പിന്നെ വാക്സിനേഷനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. വാക്സിനേഷനെ കുറിച്ചിട്ട് പാരന്റ്സ് ആണ് കൂടുതൽ, കുട്ടികളുടെ കാര്യത്തിലാണ് പാരന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വാക്സിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ കുട്ടികൾക്ക്, അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെയോ തുമ്മുമ്പോഴും അതുപോലെ ചുമയ്ക്കുമ്പോഴും മൂക്കും വായും ഒക്കെ കവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും മോണ്ടിസോറി കഴിഞ്ഞ് ടീച്ചേഴ്സ് ആവാൻ പോവാ അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മൾ എന്താ പറയാ, കുട്ടികളെ ഇപ്പൊ എല്ലാവരും ഹാൻഡ് കർച്ചീഫ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ പനിയും കാര്യങ്ങളും തുമ്മും അതിൽ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഉണ്ടെങ്കിൽ അവരുടെ യൂണിഫോമിലൊക്കെ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ട് അവലൊക്കെ ഹാൻഡ് കർച്ചീഫ് ഉണ്ടോ പിൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മാസ്ക് ഒക്കെ വേണമെങ്കിൽ ധരിപ്പിക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിൽ നമ്മളൊരു പാരന്റ്സ് അല്ല, അപ്പൊ നമുക്കൊരു അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെയോ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ കേടായതും പഴയതുമായ ഭക്ഷണമൊക്കെ ഒന്ന് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ഷെയർ ചെയ്യാതിരിക്കുക. പേഴ്സണൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പാത്രങ്ങൾ അത് വേറെ ആൾ കൊടുക്കാതിരിക്കുക. പിന്നെ ലിപ്സ്റ്റിക്കുകൾ, പിന്നെ ടൂത്ത് ബ്രഷ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ അറിയാം, എന്നാലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അപ്പൊ ഇവയെല്ലാം കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഈ മെനിഞ്ചൈറ്റിസിനെ തീർച്ചയായും ഒഴിവാക്കാൻ കഴിയും എന്നാണ് നമുക്ക് ഉറപ്പ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ രോഗലക്ഷണമായ പെട്ടെന്നുള്ള കടുത്ത വിട്ടുമാറാത്ത പനി ഉണ്ടെങ്കിൽ, അല്ലെ കഠിനമായ തലവേദന, അല്ലെ ചുമ, ഛർദി എന്നിവ കണ്ടാൽ ഉടൻ തന്നെ അത് ചികിത്സ ഉറപ്പ് വരുത്തുക. പിന്നെ അപ്പൊ ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടിക്കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു മാം, ആൻഡ് താങ്ക് യു വൺ ആൻഡ് ഓൾ. മൃദുല, ദിപ്തി, വിഷ്ണുപ്രിയ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല പ്ലാനിങ്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ മാം, ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആണോ? നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു കേട്ടോ. ടോപ്പിക്ക് സാധാരണ എല്ലാവരും അവരവരും ഒരുമിച്ച് അങ്ങനെ ചെയ്യാറില്ല. അതായത് നല്ല രീതിയിൽ ആ ഒരു കോർഡിനേഷൻ കോപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആരാണ് പറയാം? വേറെ ആരൊക്കെയായിരുന്നു? CPR ഫോർ ഇൻഫൻസ് പറഞ്ഞു. ആസ്പിറേഷൻ ആൻഡ് റെസ്പിറേഷൻ പറയാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഒരു പേര്? ഫാത്തിമ. ഫാത്തിമ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ദെൻ CPR 3 രീതിയിൽ, 3 മുതിർന്നവർക്ക് കൊടുക്കുന്നത്, കുട്ടികൾക്ക് അഡൽട്ട്, ഇൻഫന്റ്, കുട്ടികൾ, ആ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പറയാം, കഴിഞ്ഞിട്ട് നമുക്ക് CPR എടുക്കാം കേട്ടോ. മാം വീഡിയോ ഓൺ ചെയ്യാമോ? ചെയ്യാടാ, പിൻ ചെയ്യാട്ടോ. ഫാത്തിമ, ഓക്കേടാ. മ്യൂട്ടാണ്. ഗുഡ് മോർണിംഗ് ഓൾ റെസ്പെക്റ്റഡ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ആസ്പിറേഷനെ കുറിച്ചാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന, ശ്വാസോച്ഛ്വാസം കൊടുത്തും അങ്ങനെയൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് അത് പറയാം. Respiratory aspiration is the accidental inhalation of food, liquid or other foreign materials into the airways or lungs instead of the esophagus. Respiratory aspiration എന്ന് വെച്ചാൽ
നമ്മുടെ അന്നനാളത്തിലേക്ക് പോകേണ്ടിയ ഫുഡ്, ലിക്വിഡ്, അതർ മെറ്റീരിയൽസ് എന്തെങ്കിലും അപകടം ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ ശ്വാസനാളത്തിലേക്കോ ശ്വാസകോശത്തിലേക്കോ പോണ ഒരു പ്രോസസ്സാണ്. സൈൻ ഓഫ് ദി എമർജൻസി റെസ്പിറേറ്ററി ആസ്പിറേഷൻ. എമർജൻസി റെസ്പിറേറ്ററി ആസ്പിറേഷന്റെ സയൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളുടെ തൊണ്ടയിലാണ് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കുടുങ്ങി എങ്ങനെ ചെയ്യുമെങ്കിൽ കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അയാൾ റെസ്റ്റ്ലെസ് ആയിരിക്കും, മരണവിപ്രാളം പോലെ അയാൾ കാണിക്കും. സെക്കൻഡ് യൂണിവേഴ്സൽ ചോക്കിൻ സൈൻ, തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണ് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി സ്കിൻ, ലിപ്സ് ഓർ നെയിൽസ്, അയാളുടെ സ്കിന്ന്, നെയിൽസ്, ലിപ്സ് ഒക്കെ നീല കളറായിട്ട് മാറും. സ്ട്രഗ്ലിംഗ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. അബ്നോർമൽ സൗണ്ട്, ഒരു സാധാരണയൊന്നും ഡിഫറെന്റ് ആയിട്ട് ഒരു ട്യൂബിൽ നിന്നുള്ള അടഞ്ഞ സൗണ്ട് പോലെ പുറത്തേക്ക് വരും. ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിൽ ദി സിംറ്റംസ് റിക്വയർഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി കോൾ എമർജൻസി സർവീസസ്. ഇങ്ങനെ ആരെങ്കിലും ഒരു അപകട സാധ്യത അപകട നില ഇങ്ങനെ കാണിക്കുമെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എമർജൻസി സർവീസിൽ ഒരാളെ ഹെൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ വിളിക്കുക. ഇഫ് ദ പേഴ്സൺ ക്യാൻ കഫ് ഫോഴ്സ്ഫുള്ളി എൻകറേജ് ദം ടു കണ്ടിന്യൂ കഫിംഗ് ആസ് ദി മൈറ്റ് നാച്ചുറലി റിമൂവ് ദി ഒബ്ജക്റ്റ്. ഇപ്പൊ ആ വ്യക്തിക്ക് നന്നായിട്ട് ശക്തമായിട്ട് ചുമയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളെ ചുമയ്ക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അന്നേരം അയാളുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള ആ ഒബ്ജക്റ്റ് പുറത്തു പോണതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. If they cannot cough, talk or breathe effectively, being the following sequence. അയാൾക്ക് ഇപ്പം ചുമയ്ക്കാനോ സ്പീക്ക് ചെയ്യാനോ ബ്രീത്ത് ചെയ്യാനോ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഇനി പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യണം. ഇപ്പം ഇൻഫന്റിന്റെയാണ് പറയുന്നത്. ഒരു വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്കാണ് തൊണ്ടയിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും ഇപ്പൊ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വയറ്റി പോകാൻ ചാൻസ് കൂടുതലാണ്, കോയിൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ഫസ്റ്റ് തന്നെ കുട്ടിയെ നമ്മൾ, ഇപ്പൊ ഞാനിവിടെ ഒരു ടോയ് ആണ് എടുത്തേക്കുന്നത്, കുട്ടിയെ നമ്മുടെ ഈ കൈയുടെ കവിള് രണ്ടും നമ്മുടെ ഈ 2 ഫിംഗേഴ്സിന്റെ ഇടയിൽ വരുന്ന രീതിയിൽ തല കുറച്ച് താഴ്ത്തി കാല് രണ്ടും ഈ കൈയുടെ ഈ സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് പോണ രീതിയിൽ കമഴ്ത്തി കിടത്തിയിട്ട് ഷോൾഡർ ഓഫ് ദി സെന്റർ ഓഫ് ദി ഷോൾഡറിന്റെ സെന്ററിൽ ഈ ഹീൽ ഓഫ് ദി പാം വെച്ചിട്ട് നല്ല ശക്തിയായിട്ട് 5 ടൈംസ് അടിക്കുക. 1 2 3 4 5 ഇങ്ങനെ 5 ടൈംസ് അടിച്ചിട്ട് ഈ വലത്തെ കൈയിലേക്ക് ഇപ്പുറത്തെ കൈയിലേക്ക് കുട്ടിയെ കിടത്തിയിട്ട് 2 ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഇപ്പൊ ഇൻഫന്റ് ആണെങ്കിൽ 4 സെന്റിമീറ്റർ ഡെപ്തിൽ ആഴത്തിലായിരിക്കണം നമ്മൾ CPR കൊടുക്കേണ്ടത്. 5 ടൈംസ് കൊടുക്കുക. 1 2 3 4 5 എന്നിട്ട് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ കൈയിലേക്ക് അതേ പഴയ പോലെ കിടത്തി പഴയ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ആ വസ്തു പുറത്തു പോകുന്നത് വരെയോ, ഇനി അത് പുറത്തു പോയില്ലെങ്കിൽ കുട്ടി പിന്നെ ബോധരഹിതനാവുന്നത് വരെയോ അത് ചെയ്യുക. എന്നിട്ട് CPR കണ്ടിന്യൂ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇനിയിപ്പം 1 വയസ്സിന് മുകളിലോട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ മുട്ടുകുത്തി താഴെ ഇരുന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ആ കുട്ടിയെ നിർത്തിയിട്ട് നമ്മുടെ ഇടത്തെ കൈന്റെ മുഷ്ടി ചുരുട്ടുക. ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ തമ്പ് പൊക്കിളിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അകത്തോട്ട് പ്രസ് ചെയ്യുക, മുകളിലോട്ട് പ്രസ് ചെയ്യുക, അകത്തോട്ട് മുകളിലോട്ട്, അങ്ങനെ 5 ടൈംസ് ചെയ്യുക. അന്നേരം വായി പോയിട്ടുള്ള ആ സാധനം പുറത്തു പോകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് CPR കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. നമുക്ക് ഇങ്ങനെ കൂടിപ്പോയാൽ മാക്സിമം 3 മിനിറ്റ് ഒക്കെ കുട്ടികളുടെ തൊണ്ടയിലൊക്കെ പോയാൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ. എൻ്റെ മോള് കോയിൻ വിഴുങ്ങിയപ്പം ഇതുപോലെ ഞാൻ 30 സെക്കൻഡ്സ് കൊണ്ട് ഇത് കണ്ടത് കൊണ്ട് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ട് രക്ഷിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ മുട്ടായി വിഴുങ്ങി, അത് പോപ്പിൻസിന്റെ മുട്ടായി ഇങ്ങനെ വിഴുങ്ങി. പിന്നെ ഒരു ഫുഡ് ഐറ്റം തൊണ്ടയിൽ കുരുങ്ങി. അന്നേരം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് അകത്തോട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിന് കഴിയത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലൊക്കെ വീണ് മരണപ്പെടുന്ന ഒരു ഇത് കാണും. അപ്പൊ നമ്മൾ
വെള്ളത്തിൽ ഇപ്പൊ ഒരു കുട്ടി വീണു, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ബക്കറ്റിലൊക്കെ വീട്ടിൽ വീണ് മരിക്കുന്നു എന്നുള്ള ഒരുപാട് ഇത്. അതിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസ് കുറവാണ്. അത് പെട്ടെന്ന് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യണം. കുട്ടിയെ ഫസ്റ്റ് അവിടെ നിന്ന് ബക്കറ്റിലാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ആ കുട്ടിക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ശ്വാസോച്ഛ്വാസമാണ്. എന്താ അതിന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ, വലിയ ആളായാലും ഇൻഫന്റ് ആണെങ്കിലും പിന്നെ അഡൽട്ട് ആണെങ്കിലും നെറ്റിത്തടത്തിൽ ഇങ്ങനെ കൈ ഇത് വെച്ചിട്ട് പിന്നെ ഹെഡ് ടിൽത്ത് ചിൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് ചെയ്യേണ്ടത്, CPR കൊടുക്കേണ്ടത്. അന്നേരം നമ്മൾ കണ്ണ് ഇങ്ങനെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ചിന്ന് കുറച്ച് ഉയർത്തുക, താടി കുറച്ച് ഉയർത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഇയാളുടെ വാ തുറന്നിട്ട് നന്നായിട്ട് ഊതി കൊടുക്കുക. പിന്നെ ഇപ്പൊ വെള്ളത്തിലൊക്കെ വീണ് ചിലപ്പോൾ അവർക്ക് പിന്നെ സലൈവ അല്ലെങ്കിൽ ഛർദി, ബ്ലഡ് ഒക്കെ ഇങ്ങനെ വായി കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സേഫ്റ്റിയോടെ നോക്കണം. അന്നേരം നമ്മൾ PPE യൂസ് ചെയ്യണം, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് ഇപ്പം നമുക്കൊരു കർച്ചീഫ് എടുക്കാം, ഡയറക്റ്റ് നമ്മൾ ബ്രിത്ത് കൊടുക്കാതെ നമുക്ക് കർച്ചീഫയുടെ വായിൽ ഇട്ടിട്ട് ശക്തിയായിട്ട് ഊതി കൊടുക്കാം. എന്നിട്ട് നമ്മൾ 5 ടൈംസ് ഇങ്ങനെ ബ്രീത്ത് കൊടുക്കുക. അന്നേരം ഈ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് പൾസ് ചെക്ക് ചെയ്യുക. അത് കഴുത്തിലെ കരോട്ടിഡ് പൾസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ കിടത്തിയിട്ട് നമ്മുടെ ഹീൽ ഓഫ് ദി പാം അത് അയാളുടെ അക്രോസ് ദി നിബിളിന്റെ നടുക്ക് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി ചെസ്റ്റിന്റെ നടുക്ക് ഇങ്ങനെ പാം വരുന്ന രീതി, ഹീൽ ഓഫ് ദി പാം വരുന്ന രീതിയിൽ അയാളെ കിടത്തിയിട്ട് അയാളുടെ നോസും നമ്മളുടെ ഷോൾഡറും 90 ഡിഗ്രി പാരലായിരിക്കണം. അതായത് ഇങ്ങനെ ഏകദേശം അയാളുടെ നോസും ഇത് സ്റ്റഡി ആയിട്ട് ഇത് കൈ ഇതായിട്ടാണ്. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് 5 to 6 ഡെപ്തിൽ സെന്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ 30 കംപ്രഷൻ കൊടുക്കണം. 1 2 3 4 5 അങ്ങനെ 30 കംപ്രഷനും അത് കഴിഞ്ഞിട്ട് 2 ബ്രീത്ത് കൊടുക്കണം. ഇതിങ്ങനെ 5 സൈക്കിൾസ് കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് അയാള് ജസ്റ്റ് അനങ്ങുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് തന്നെ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ എത്രയും വേഗം ആംബുലൻസ് കയറ്റി എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്യണം. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുപാട് മരണങ്ങളിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പം ഓക്കെ, താങ്ക് യു. എത്ര വയസ്സുള്ളപ്പോഴാണ് കുടുങ്ങിയത് മോളുടെ? എന്താ? അല്ല, ഫാത്തിമ ചെറിയ പ്രായമായിരുന്നോ? ചെറിയ ഒരു വയസ്സ് കഴിഞ്ഞ ഒരു ടൈമിലായിരുന്നു. അത് ചെറിയ കോയിനായിരുന്നു കേട്ടോ. എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവള് കണ്ണും തള്ളി കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം മൂത്ത മോൾ ഇങ്ങനെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം നമ്മള് ടെൻഷനായി പോവും, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് കാരണം അതങ്ങ് തൊണ്ടേന്ന് അങ്ങ് ഇറങ്ങി മാറിപ്പോയി, വയറ്റിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം അതങ്ങ് പുറത്തു വന്നു. ആ ഡേഞ്ചർ സിറ്റുവേഷൻ അങ്ങ് കഴിഞ്ഞു. ഇത് വയറ്റിൽ പോയാൽ വീണ്ടും കോംപ്ലിക്കേഷൻ, ഈ നീല കളറ് പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ വെച്ച് ഇതാക്കരുത്. വയറ്റൊണ്ടേന്ന് പുറത്തോട്ട് പോയാലും പനിയൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് പോയാലും പെട്ടെന്ന് എത്തിക്കണം ഹോസ്പിറ്റലിൽ. ചെറുപ്പത്തില് എന്റെ മോൾക്ക് ഇതേപോലെ വള, സാധാരണ അവളുടെ കയ്യിലുണ്ടായിരുന്ന വളയായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല, അവൾ തന്നെ തനിയെ ഊരിയിട്ട് വായിലേക്ക് ഇട്ട് ഇറക്കാറായപ്പോഴാണ് ശരിക്കും കണ്ടപ്പോ തന്നെ കമത്തിക്കെടുത്തിട്ട് പുറത്ത് നല്ല രീതിയിൽ നമ്മള് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ പുറത്ത് കൊട്ടി കൊടുക്കും അല്ലേ, അതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ കൊട്ടി കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരാണ് ചെയ്തത്. എന്തോ ഭാഗ്യം കൊണ്ട് കണ്ടു. അത് നമ്മള് ആ സമയത്തോടെ കാണിക്കുന്ന കണ്ടപ്പോ പെട്ടെന്ന് ചെയ്താണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞിക്കുട്ടികളാണ്, കുഞ്ഞിക്കുട്ടികളുള്ള അമ്മമാരെല്ലാം ചെറിയ പറഞ്ഞോളാം.
ഫുഡ് എന്തേലും ഇതുപോലെ കുട്ടികളെ തൊണ്ടയില് വലിയാളതായാലും കുട്ടികളതായാലും തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ അവര് ശക്തമായിട്ട് ചുമക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ചുമക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കുനിഞ്ഞു നിൽക്കാൻ പറയണം. എന്നിട്ട് നമ്മള് രണ്ട് ഷോൾഡർ ഇല്ലേ, അത് രണ്ട് ഷോൾഡറും മാറി മാറി കുറച്ച് ഫോഴ്സിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ട് നിന്നാല് ആ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം ഒന്നിക്കല് പുറത്തേക്ക് തെറിച്ചു പോകും. അത് നല്ല ഒരു അപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാ ജീവിതത്തില്. ബൈ ചാൻസ് ആർക്കായാലും അങ്ങനെ അങ്ങനെ സംഭവിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 100% പുറത്ത് പോകും ഇങ്ങനെ മുട്ടുമ്പോൾ, നല്ല ശക്തി ചുമക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കുട്ടിയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ചെറിയ തിങ്സും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താം. അതേപോലെ തന്നെ ഈ ബക്കറ്റില് 1.5 വയസ്സുകാരൻ ബക്കറ്റില് മുങ്ങി മരിച്ചു എന്നൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട് അല്ലെ. ആ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഈ അമ്മമാർക്ക് ശരിക്കും ഈ ചെറിയ ചെറിയ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോ പെട്ടെന്ന് പാനിക് ആകുമ്പോഴേക്കും ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടാവും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, കുട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് എത്തിക്കാനേ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ പാനിക് ആയി പോകും, പെട്ടെന്ന് ടെൻഷൻ ആയി പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, ബ്ലാങ്ക് ആയി പോകും. അങ്ങനെയല്ല, നമ്മൾ ആ സമയത്ത് അമ്മമാർക്ക് ഈ ചെറിയ ചെറിയ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അറിയാമെങ്കിൽ അവർ തനിയെ തന്നെ ആ കുട്ടീനെ ആ ഒരു എന്താ പറയാ ആ ഒരു ആക്സിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കും. ഇപ്പൊ CPR ആയാലും കൊടുക്കാനായിട്ട് എല്ലാ അമ്മമാരും ഒന്ന് നോക്കി വെക്കണം. കാരണം അമ്മമാരെന്നല്ല, നമ്മൾ ടീച്ചേഴ്സ്. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് ശരിക്കും ഫസ്റ്റ് എയ്ഡ് ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു പോയാൽ മതി. പക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ആക്സിഡന്റ് ആണ് ഭാവിയിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകും എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളിത് കേട്ടതിന്റെ ഒരു ഇതിൽ ഓർമ്മയിൽ നമുക്കൊരു ആ ഒരു ടൈമിൽ ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, മേ ബി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആയാലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മേ ബി ഒരു വ്യക്തിയുടെ ജീവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും മാക്സിമം, ഞാൻ പഠിച്ച സമയത്ത് എന്ന് വെച്ചാല് CPR എങ്ങനെ കൊടുക്കണം എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പില്ലോ ഉണ്ടായിരുന്നു വീട്ടില്. പില്ലോ എടുത്ത് വെച്ചിട്ട് പില്ലോ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ പില്ലോന് CPR കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ എങ്ങനെയത് ഇത് ചെയ്യണം, ചെറിയ പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും നോക്കുന്നത് നല്ലതായിരിക്കും. CPR എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ CPRനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെറിയ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. മാക്സിമം എല്ലാവരും അതെല്ലാം കാണണം. ഒന്ന് കാണണം. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഞാൻ തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ വീഡിയോസും കാര്യങ്ങളും. നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒന്ന് നോക്കണം എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെ കൊടുക്കും, CPR എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമ്മളൊന്ന് എന്താ പറയുക നോക്കിയിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് CPR ഇൻ ചിൽഡ്രൻ അല്ലേ. ആരായിരുന്നു അത്? അത് നമുക്ക് CPR ഇൻ അഡൾട്ട് നോക്കാം അല്ലെ. CPR ഇൻ അഡൾട്ട് ഉണ്ട്, CPR ഇൻ ചിൽഡ്രൻ ഉണ്ട്, ഇൻഫന്റ് ഉണ്ട്. ഇത് ആരൊക്കെയായിരുന്നു അസൈൻ ചെയ്ത്? ഞാൻ അവരുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മാം എന്റെ അടുക്കേം പറഞ്ഞായിരുന്നു കേട്ടോ CPR ചെയ്ത്. അമോൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ലിൻഷി മോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇൻഫൻസ് CPR ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടാ. ഓക്കെ, ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫൻസിന് കൊടുക്കുന്ന CPRനെ കുറിച്ചാണ്. ഈ പ്രസന്റേഷനിലേക്ക് അപർണ മാഡത്തിനെയും എല്ലാ ഡിയർ ഫ്രണ്ട്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം CPRന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ. ഇറ്റ് ഈസ് ആൻ എമർജൻസി ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ദാറ്റ് ഈസ് done when someone's breathing or heartbeat has stopped. അപ്പോൾ ശ്വാസം നിലയ്ക്കുകയും നമ്മുടെ ഹാർട്ട് നിലയ്ക്കുകയും ചെയ്യുന്ന അവസരത്തിൽ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറെയാണ് CPR എന്ന് വിളിക്കുന്നത്. അപ്പൊ CPR ഫോർ ഇൻഫൻസ് എന്ന് പറയുമ്പോൾ 28 days തുടങ്ങി 1 year വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻഫൻസ് എന്ന് വിളിക്കുന്നത്.
പിന്നെ ന്യൂബോൺ ബേബീസ് തുടങ്ങി ബൈ ബർത്ത് തുടങ്ങി 28 ഡേയ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ നിയോനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഏകദേശം ഇൻഫൻസിനും നിയോനേറ്റ്സിനും കൊടുക്കുന്ന CPR ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ CPR കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അബോധാവസ്ഥയിലായിരിക്കും നമ്മൾ സാധാരണ ഈ CPR കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞ് കിടക്കുന്ന സ്ഥലം സേഫ്റ്റി, അതിന്റെ സേഫ്റ്റി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം കുട്ടിയെ നമ്മൾ ഫേസ് മുകളിലേക്ക് ആക്കി ഉറപ്പായി ഒരു സ്ഥലത്ത് കിടത്തുകയാണ് വേണ്ടത്. കുഞ്ഞിനെ മടിയിൽ വെക്കുകയോ അല്ലാതെ ബെഡിൽ ഇങ്ങനെ സോഫ്റ്റായ ഫ്ലോറിലൊന്നും വെച്ചുകൊണ്ട് നമ്മൾ CPR ചെയ്യാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിന്റെ കോൺഷ്യസ് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് കുഞ്ഞ് ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം റെസ്പോണ്ട് ഒന്നും ഇല്ലെങ്കിൽ കുഞ്ഞിനെ തട്ടി വിളിക്കാൻ നോക്കണം. കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ തട്ടി വിളിക്കാൻ നോക്കുക. കുഞ്ഞ് അപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ കുഞ്ഞിന്റെ കാൽപാദത്തിന്റെ അടിയിൽ നമ്മുടെ കൈ കൊണ്ട് ഒന്ന് തട്ടി വിളിക്കുക. നമ്മുടെ കാൽവെള്ളയിൽ കൈ കൊണ്ട് ഒന്ന് തട്ടി ഉണർത്തിയാൽ പിന്നെ റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക. റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ആദ്യം നമ്മളൊരു ആംബുലൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ, എമർജൻസി ടീമിനെ അറിയിക്കാനായിട്ട് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക. അപ്പോൾ ആംബുലൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം വരുന്നത് വരെ നമുക്ക് CPR കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം കുഞ്ഞ് നമ്മുടെ CPR ആദ്യം കൊടുക്കുക. അതിന് നമ്മുടെ 2 വിരലുകൾ, നമ്മുടെ ചൂണ്ടുവിരലും നടുവിലുള്ള വിരലും ഉപയോഗിച്ച് കുഞ്ഞിന്റെ ചെസ്റ്റിന്റെ സെന്ററിൽ, അത് നമ്മൾ നോസ് ലൈന് താഴെയായിട്ട് 2 നിപ്പിളിന്റെ മിഡിലായിട്ട് നമ്മുടെ 2 വിരലുകൾ കൊണ്ട് 30 ടൈംസ് ഒരു 1.5 ഇഞ്ച് താഴേക്ക് കംപ്രസ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മുടെ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഹെഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് 30 ടൈംസ് കംപ്രഷൻ കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ തല ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. മറ്റേ കൈ കൊണ്ട് ചിന്നി ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ട് നമ്മുടെ കുട്ടിയുടെ നോസും മൗത്തും കവർ ചെയ്ത് 2 പ്രാവശ്യം ബ്രീത്ത് നൽകുക. ആ ബ്രീത്ത് നൽകുന്ന സമയത്ത് കുട്ടിയുടെ ചെസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ചെസ്റ്റ് മുകളിലേക്ക് ഉയർന്നു താഴ്ന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ 30 ടൈംസ് നമ്മൾ കംപ്രഷനും 2 ടൈംസ് ബ്രീത്തും നമ്മൾ ഇതുപോലെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്കിയൽ പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടത് നമ്മുടെ കുഞ്ഞിന്റെ കൈമുട്ടിനും തോളലിനും ഇടയ്ക്ക് നമ്മുടെ 2-3 വിരല് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൾസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പൾസ് ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ CPR കണ്ടിന്യൂ ചെയ്യണം. പൾസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ 60 പൾസ് പെർ മിനിറ്റ്, അതിന് 60ക്ക് താഴെയാണെങ്കിൽ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മൾ നമ്മൾ മാത്രമാണ് CPR കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. 30 ടൈംസ് നമ്മുടെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക, 2 ടൈംസ് നമ്മൾ ബ്രീത്ത് കൊടുക്കുക. ഇപ്പോൾ വേറൊരു ആളും കൂടി നമുക്ക് ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ CPR കൊടുക്കുന്നത് എളുപ്പമാക്കാനും അത് കൂടുതൽ കംപ്രഷൻ കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ എക്സെഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. അതിന് നമ്മൾ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മുടെ 2 തമ്പും കൊണ്ട് ചെസ്റ്റിന്റെ മിഡിൽ ഭാഗത്തായിട്ട് 2 തമ്പ് കൊണ്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കുക. അപ്പൊ ഹെൽപ്പിന് വന്ന ആള് ബ്രീത്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഈ കംപ്രഷനിൽ 15 ടൈംസ് നമ്മൾ കംപ്രഷൻ കൊടുക്കുക. നമ്മുടെ 2 തമ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്രഷൻ ചെയ്യുക 15 ടൈംസ്. ബ്രീത്ത് കൊടുക്കേണ്ടത് 2 ടൈംസ് ബ്രീത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് ലൗഡായിട്ട് കൗണ്ട് ചെയ്തിട്ട് വേണം, 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ കംപ്രഷൻ കൊടുക്കുവാനായിട്ട്. 15 ടൈംസ് കംപ്രഷൻ കൊടുത്തു കഴിയുമ്പോൾ ബ്രീത്ത് കൊടുക്കണം.
അത് കഴിഞ്ഞ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യുക. ഇതുപോലെ 60 പെർ മിനിറ്റ് താഴെയാണെങ്കിൽ CPR കണ്ടിന്യൂ ചെയ്യുക അണ്ടിൽ ആംബുലൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ടീം വരുന്നവരെ. മെഡിക്കൽ ടീമും ആംബുലൻസും വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് നമ്മളെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ആവശ്യമായുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. രണ്ടുപേരുണ്ടെങ്കിൽ 50 പിന്നെ കംപ്രഷൻ കൊടുത്തതിന് ശേഷമാണോ 2 ടൈം ബ്രീത്ത് കൊടുക്കണ്ടേ, അല്ലെ ഒന്നിച്ചോ? 50 അല്ല, 15 ടൈംസ് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് 2 ടൈംസ് ബ്രീത്ത് കൊടുക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ CPR ഇൻഫന്റിന് എങ്ങനെ കൊടുക്കുന്നതെന്ന്? അഡൽട്ടിൽ CPR കൊടുക്കുന്ന ആരെയായിരുന്നു അസൈൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? മാം അത് ഞാൻ തിരുത്തുന്നുണ്ട്. ആരായിരുന്നു അത്? ആരായിരുന്നു അറിയാൻ വയ്യ കേട്ടോ. എനിക്ക് എന്തോ സബ്ജക്ട് CPR-നെ കുറിച്ച് തന്ന നല്ല ക്ലിയർ ആയില്ലായിരുന്നു കേട്ടോ. ആ മിസ്, എനിക്ക് CPR-നെ കുറിച്ചിട്ടാ തന്നത്. ആണോ? മോൻ CPR എടുത്തു വന്ന്? എന്താ അന്ന് എടുത്തതാണോ അല്ലെങ്കിൽ മോൻ തന്നിട്ടുണ്ടോ സെപ്പറേറ്റ് ആയിട്ട്? അന്ന് എടുത്തത് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ചെയ്യണം. ഇപ്പം ജിൻഷ്യ പറഞ്ഞേ, ജിൻഷ്യ പറയുമ്പം പറഞ്ഞു മൂക്കും വായും അടച്ചു പിടിച്ചിട്ട്. അങ്ങനെയല്ല, മൂക്ക് അടച്ചു പിടിച്ചിട്ട് വാ തുറന്നിട്ട് അതിലേക്കാണ് നമ്മള് കൃത്രിമ ശ്വാസം കൊടുക്കുമ്പം കൊടുക്കുന്നയാള് ശക്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അത് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവരെ വായിലേക്ക് നമ്മൾ ഊതുക ചെയ്യുന്നത്. അത് അഡൾട്ടിന് നമ്മൾ മൂക്ക് അടച്ചു പിടിക്കും. പക്ഷെ ഇൻഫന്റിന് നമ്മൾ കൂടുതൽ ഓക്സിജൻ, കൂടുതൽ എയർ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വായും മൂക്കും അടച്ചു പിടിക്കാനല്ല പറഞ്ഞത്. വായും മൂക്കും നമ്മുടെ വായ കുഞ്ഞിന്റെ വായയും മൂക്കും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ബ്രീത്ത് കൊടുക്കാൻ. മനസ്സിലായിട്ടില്ല, സോറി. ഇൻഫന്റിന്റെ ഏജ് എത്ര വരെയായിരുന്നു പറഞ്ഞേ? ഇൻഫന്റ്സിന് 28 days. പിന്നെ നമ്മള് 1 year വരെ ഉള്ളതിനാണ് ഇൻഫന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂ ബോൺ ബേബി തുടങ്ങി 28 days, 30 days ആണെങ്കിൽ നിയോനൈറ്റ്സ് എന്ന് പറയും. ഇപ്പൊ നിയോനൈറ്റ്സും ഇൻഫന്റ്സിനും എന്ന് വെച്ചാൽ നമ്മള് ന്യൂ ബോൺ ബേബീസ് തുടങ്ങി 1 year വരെയുള്ള കുട്ടികൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് നമ്മൾ CPR കൊടുക്കുന്നത്. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ടെസ്റ്റിലേക്ക് വരാം. എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഫസ്റ്റ് ഇയർ ആയിരുന്നു അല്ലേ? അതിലെവിടം വരെ പറഞ്ഞു നിർത്തിയത്? സ്നേക്ക് ബൈറ്റിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതായിരുന്നു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്? സീരിയസ് എടുക്കട്ടെ. സ്നേക്ക് ബൈറ്റിംഗ് കഴിഞ്ഞിട്ട് ഏതാണ് ടോപ്പിക്ക്? ഡ്രോണിങ് ആണ് തോന്നുന്നത് അല്ലെ? മുങ്ങി പോകുന്നത് അല്ലെ? അതെ. സീരിയസ് എടുക്കട്ടെ. സ്റ്റേജ് നമ്പർ എന്താ ഫസ്റ്റ് വരുന്നത്? 22. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരാറുണ്ടല്ലേ? നമ്മൾ ഈ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികള് പാരന്റ്സിനോട് പറയാതിരുന്ന എന്താണ് പുഴയിലും അതേപോലെ തന്നെ അവർ പോകും. പക്ഷെ ചിലപ്പോ നമുക്കത് എന്താ പറയാ നല്ല ഒഴുക്കുള്ള സമയമൊക്കെ ആയിരിക്കും. മേ ബി എന്താണ് വെള്ളത്തില് ഒഴുക്കിപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. നമുക്ക് ഈ വെള്ളത്തിൽ വീഴുമ്പോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുന്ന ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ നമുക്ക് 3 രീതിയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ മനസ്സിലാക്കി. ആദ്യം വെള്ളത്തിൽ വീണ ആള് കരക്കെടുക്കുമ്പോ കോൺഷ്യസ് ആണ്.
ആൾ ഓക്കെ ആണ്, കോൺഷ്യസ് ആണെന്ന് വിചാരിക്കുക, ബോധം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ, നമ്മളിപ്പോ ഈ ഒരു ടെസ്റ്റിൽ പറഞ്ഞ പോലെ ഇൻ സച്ച് കേസ്, അങ്ങനത്തെ കേസിലാണ് ഈ പറയുന്നത്, ഏത് ആൾക്ക് ബോധമുണ്ട്, കണക്ക് എടുത്തപ്പോ ആൾക്ക് കോൺഷ്യസ് ആണ്. ഇൻ സച്ച് കേസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ. ദ ഡ്രോൺ പേഴ്സൺ ഫേസ് ഷുഡ് ബി ഡൗൺവേർഡ്. നമ്മൾ എന്താ പറയാ, വെള്ളത്തിൽ വീണ ആളുടെ ഫേസ് ഡൗൺവേർഡ് ആക്കി വെക്കണം. ആൻഡ് ഫീറ്റ് ഷുഡ് ബി അപ്പ്. നമ്മള് മുക്കിങ്ങനെ ഇരിക്കില്ലേ, എന്നിട്ട് നമ്മൾ ബാക്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വിസ്റ്റ്, നമ്മളുടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് ആളെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വയറ്റിൽ നെക്കിയിട്ടാണ് വെള്ളം കളയുന്നത് അല്ലെ, സിനിമയിലൊക്കെ അങ്ങനെയല്ലേ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ഒരു കണ്ടിട്ടില്ലേ, കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വയറ്റിലുള്ള വെള്ളം എങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, മുകളിലേക്ക് വരാനും ലങ്സിലൊക്കെ വെള്ളം കെട്ടാനും പിന്നീട് അത് ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും വയറ്റിൽ എന്ത് ചെയ്യരുത്, പ്രസ് ചെയ്ത് വെള്ളം കളയരുത്. നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുട്ടികളെ നമ്മളിങ്ങനെ കൊട്ടില്ലേ, അതേപോലെ തന്നെ ബാക്ക് സൈഡ്, നമ്മളൊരാളുടെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, പ്രസ് ഇങ്ങനെ കൊട്ടി 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 ആ വെള്ളം അയാള് ചരിഞ്ഞിരിക്കുകയാണ് കുനിച്ചിട്ട്, ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരിധിവരെയും വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. His wrist should be pressed with both hands. നമ്മൾ ബാക്കിൽ നല്ല രീതിയിൽ ആ wrist കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രസ് ചെയ്ത് കൊടുക്കാം. The person should be dry up with a warm towel and hot water bottle. നമ്മൾ ഈ വെള്ളത്തിൽ നിങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ വരും. ചില ആൾക്കാരിൽ ഭയങ്കര ഷിവറിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും നേരം വെള്ളത്തിന്റെ അടിയിലായിരുന്നു, പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് ചിലവർക്ക് ഷിവറിങ് ഫിക്സ് പോലെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ നല്ല ഫിക്സ് ഇങ്ങനെ ഷിവറിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടവല്, നല്ല വാം ആയിട്ടുള്ള ടവലും കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കുക. അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ ബോട്ടില്, ചൂടുള്ള വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അവരുടെ നനഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ, വെറ്റ് ആയിട്ടുള്ള ക്ലോത്ത് മാറ്റി നല്ല അത്യാവശ്യം കുറച്ച് നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ വിയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഇപ്പൊ വെള്ളത്തിൽ വീണ ഒരാളാണ്, മൂക്കിലൂടെയും വായിലൂടെയും ചിലപ്പോൾ ലെഗ്സിലൊക്കെ വെള്ളം കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാണെങ്കിൽ പിന്നീട് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ടെമ്പററി ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് വിചാരിച്ച് അത് ഓക്കെ ആണെന്നല്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മെഡിക്കൽ കെയർ എടുക്കണം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ വീണ ആള് കരക്കെടുത്ത സമയത്ത് ആള് എന്താണ്, കോൺഷ്യസ് അല്ല, ബോധമില്ല. നമ്മൾ എന്ത് ചെയ്തു, ബ്രീത്തിങ് നോക്കി, ബ്രീത്തിങ് ഇല്ല, പൾസ് ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് പൾസ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, നമുക്ക് എവിടേക്കാണ് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ബ്രീത്ത് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കാലിന്റെ ഒരു ഭാഗത്ത് ബ്രീത്തിങ് നോക്കാൻ, പൾസ് നോക്കാനായിട്ട് പറ്റും. ബ്രീത്തിങ് ജസ്റ്റ് നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ബ്രീത്തിങ് ഇല്ല, പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്താൽ മതി. അപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുകയാണെങ്കിൽ ആള് കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ഇതേ ഫസ്റ്റ് എയ്ഡ്, നമുക്ക് ഡ്രോൺ വെറ്റിന് കൊടുക്കുന്ന അതേ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആളെ റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് നമ്മള് എന്താ പറയാ, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇനി സപ്പോസ് ഒരാളെ വെള്ളത്തിൽ നിന്ന് എടുത്ത സമയത്ത് ബ്രീത്ത് നോക്കിയപ്പോൾ ബ്രീത്തും ഇല്ല, പൾസ് നോക്കിക്കഴിഞ്ഞപ്പോ പൾസും ഇല്ല, ബ്രീത്തും ചെയ്യുന്നില്ല ആൾക്ക്, പൾസും ഇല്ല. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഏത്, നമ്മൾ ഇന്ന് നോക്കിയ CPR. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, CPR കൊടുക്കണം. ഇത്രയും പെട്ടെന്ന് CPR കൊടുക്കാനായിട്ട് നോക്കുക. CPR കൊടുക്കുക, അതിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ആള് കോൺഷ്യസ് ആകുന്നത് വരെ അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെന്റ് അവൈൽ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു കാര്യം റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ആള് കോൺഷ്യസ് ആകുന്നത് വരെ അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് റീച്ച് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, CPR കൊടുത്തുകൊണ്ടിരിക്കാം. ക്ലിയർ ആണോ? അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സാധാരണ ആള് വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞ പോലെ ചെയ്താൽ മതി. കോൺഷ്യസ് അല്ലെങ്കിൽ കോൺഷ്യസ് അല്ല എന്തുണ്ട്, പൾസ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ് കൊടുക്കുന്നത്. കോൺഷ്യസ് അല്ല, പൾസും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും,
CPR ഇമ്മീഡിയറ്റ് ആയിട്ട് CPR കൊടുക്കണം. അദ്ദേഹത്തിന് കോൺഷ്യസ് ആവുന്നത് വരെ അല്ലെങ്കിൽ പൾസ് വരുന്നത് വരെ നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം. പൾസ് വരുന്നത് വരെ അല്ലെങ്കിൽ കോൺഷ്യസ് ആവുന്നത് വരെ എന്താണ് CPR കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് എത്തണം. മെഡിക്കൽ എയ്ഡ് എത്തുന്നത് വരെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ്ലി ചെയ്യാം. ഒരു പരിധിവരെ നമുക്ക് ഒരു ജീവനെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു ഗോൾഡൻ അവേഴ്സ്, ഒരു ആക്സിഡന്റ് സംഭവിച്ച ആദ്യ മണിക്കൂറുകളിൽ കിട്ടുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫ്, ജീവൻ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെ? ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തി ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും നമ്മൾ ആദ്യം ഫസ്റ്റ് 2 hours അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇന്ന് എടുത്ത ടോപ്പിക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഇപ്പൊ മെനിഞ്ചൈറ്റിസിന്റെ ആയാലും ഇപ്പോ CPR ആയാലും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആയാലും നിങ്ങൾ നല്ല രീതിയിൽ ആ ടോപ്പിക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് അധികം നാളായിട്ടില്ല. നിങ്ങളുടെ ബാച്ച് ന്യൂ ബാച്ച് ആണ്, അറിയാം. അപ്പോ ഈ ഒരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു 3-5 മാസമൊക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു കോപ്പറേഷനും കാര്യങ്ങളും വരാം. പക്ഷെ നിങ്ങളിൽ നേരത്തെ ആ ഒരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എല്ലാവരും തമ്മിൽ. ഓക്കെ, എല്ലാവരും തമ്മിൽ ആ ഒരു കോപ്പറേഷനും കാര്യങ്ങളും വേണം. ടീച്ചേഴ്സ് ഇപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ക്ലാസ്സിൽ പറഞ്ഞത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന വർക്കും കാര്യങ്ങളും ഇന്നതാണ് എന്നൊക്കെ നിങ്ങൾ ഗ്രൂപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഫ്രണ്ട്സിനെ അറിയിക്കാൻ പറ്റുന്നത് അങ്ങനെ അറിയിക്കുക. നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റാത്തവരുണ്ടാവും. അവർ നിങ്ങളോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എക്സ്ക്യൂസ് മാം, എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. എനിക്ക് എന്റെ മോള് ഒരു 3 വയസ്സായപ്പോൾ ഇതുപോലെ കോയിൻ ഇത് വിഴുങ്ങിയായിരുന്നു. നമ്മളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് വിഴുങ്ങിയിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു സത്യം. ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കാണിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായി എന്തോ വിഴുങ്ങിയിട്ടുണ്ടെന്ന്. നമ്മള് ആ സമയത്ത് നമ്മള് പാനിക്കായാല് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതെങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാം. ആ സമയം വരെ എനിക്ക് അത്ര പിടിയില്ല എന്തോ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ആ ഒരു പാനിക് സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ മോളെ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കിടത്തിയും കൊണ്ട് പിന്നെ തട്ടി, ശരിക്കും അങ്ങ് തട്ടി. പിന്നെ മോളോട് ചുമക്കാൻ പറഞ്ഞു. പക്ഷെ കോയിൻ പോയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോയിന് എന്റെ പൊസിഷൻ മാറി കഴിഞ്ഞപ്പം ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സേഫ് ആയിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പൊ എനിക്ക് ഓക്കെ ആന്ന് തോന്നി. പക്ഷെ കോയിൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും ഈ കോയിൻ എടുക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് അവരുടെ കയ്യിലില്ലായിരുന്നു. ഈ എൻഡോസ്കോപ്പ് അങ്ങനത്തെയുള്ള 3 ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് സംഭവിച്ച കാര്യം എനിക്ക് വൈകുന്നേരം ആയപ്പോഴാണ് കുട്ടിയുടെ ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. 3ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് എടുത്തു. അപ്പൊ എനിക്ക് പിന്നെ സെക്കൻഡ് ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീൻ, നമ്മുടെ കോഫി ബൈറ്റ് മാതിരത്തെ റൗണ്ട് ആയിട്ടുള്ളത് ക്യാൻറ്റീൻ പോലെ കഴിച്ചുകൊണ്ടിരുന്ന അതും പെട്ടെന്ന് പോയി അവിടെ സ്റ്റക്കായി. അത് ഒരു രാത്രിയിലാണ് സംഭവിച്ചത്. അപ്പൊ അന്നും ഇതുപോലെ ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളം കൊടുത്തിട്ട് അങ്ങനെ അരിഞ്ഞ് പതുക്കെ അലിയിച്ച് ഇറക്കേണ്ടത്. അന്നും ഇതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് പറയുന്നത്, കുട്ടികളുടെ അടുത്തുനിന്ന് മിക്കതും കോയിൻസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് കളിക്കാൻ ഒരിക്കലും കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാൻഡീസ്, ഇതുപോലത്തെ കോഫി ബൈറ്റുമായിട്ട് ഹാർഡ് ക്യാൻഡീസ് ഇല്ലേ, അത് മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുക. പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ മറ്റേ ക്യാൻഡീസ് അത് പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് തൊണ്ടയിൽ കൊടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഈ CPR എന്നൊക്കെ പറയുന്നത് നമ്മൾ വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് നമ്മൾ സംഭവിക്കുമ്പോൾ നമുക്ക് ആക്ട് ചെയ്തേ പറ്റൂ. അപ്പൊ അതെന്തായാലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. മാം, ഇപ്പൊ നമ്മള് ചെറിയ കുട്ടീന്റെ കാര്യം പറഞ്ഞു. എന്റെ ഏട്ടന്റെ കസിനാണ്, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചത് ഈ കോയിൻ കുടുങ്ങിയിട്ടാ. അത് എങ്ങനെ പറഞ്ഞാ, മൂപ്പര് പണി വിട്ട് വന്നപ്പോ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ വന്ന് മലന്ന് കിടക്കും. അപ്പൊ ചെറിയ കുട്ടികൾ 2 ആളുണ്ടായിരുന്നു. അതിലത്തെ ഒരു കുട്ടി
ആ ഏട്ടന്റെ കഴുത്തിൽ ഇങ്ങനെ, അതായത് ദേഹത്ത് പോയി കിടക്കുമല്ലോ, ഇങ്ങനെ ബാറ്റിൽ പോയി ഇരുന്നു, ഈ കഴുത്തിന്റെ ഈ നെഞ്ഞിന്റെ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ പോക്കറ്റിൽ ചില്ലറ പൈസ കണ്ടു. ഈ ചില്ലറ പൈസനെ എടുത്തിട്ട് ഈ കുട്ടി, മൂപ്പരിങ്ങനെ മലന്ന് കിടക്കായിരുന്നു, കുട്ടി ഇങ്ങനെ കളിച്ചും കൊണ്ടേയിരുന്നു. മൂപ്പര് ചിരിക്കണേന്റെ ഇടയിലാണോ എങ്ങനെ പോയി എന്നറിയില്ല, വായിലേക്ക് പെട്ടു. പക്ഷെ കുറെ നേരം അത് അറിഞ്ഞില്ല, കുട്ടിക്കും അറിയില്ലല്ലോ അച്ഛന്റെ വായിൽ ഇത് പോയിണ്ട്. അതങ്ങനെ കുടുങ്ങി ആള് ശ്വാസം മുട്ടിയിട്ടാണ് തോന്നുന്നു, എങ്ങനെയാന്നറിയില്ല. ഇതാണ് സംഭവം ഉണ്ടായത് അവിടെ. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആള് മരിച്ചു. ഒരു 6-7 വർഷമായി, 6 വർഷം മുമ്പ് നാത്തൂനായിട്ട് വരുന്ന അവരുടെ ഹസ്ബൻഡാണ് മരിച്ചത്. ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പൊ ചെറിയ കുട്ടികളുടെ വീട്ടില് മാക്സിമം കോയിൻസ് മാറ്റാം. കോയിൻസ് അതുപോലെ ഈ ലോലിപോപ്സ് ഉണ്ടാവില്ലേ മാം, അതും ഭയങ്കര ഡേഞ്ചറാ. കാരണം കൊള്ളി ആയത് കാരണം അവരങ്ങനെ ഈമ്പി അതങ്ങനെ വിഴുങ്ങും. അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നതെന്ന് വെച്ചാൽ ഈ കട്ടിയുള്ള സ്വീറ്റ്സ് കണ്ടാൽ ഞാൻ അവരോട് ചവയ്ക്കാൻ പറയും ഫസ്റ്റ്. 2 പിള്ളേരോടും പറഞ്ഞു കൊടുത്താണ്. എനിക്കിത് ഭയങ്കര പേടിയാ, തൊണ്ടയെ കുടുങ്ങുമെന്ന്. അപ്പൊ അതുങ്ങൾ നമുക്ക് ബ്രഷ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ മുട്ടായി കഴിച്ചിട്ട്. നമുക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വാങ്ങിക്കൊടുക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് അങ്ങ് കടിക്കാൻ പറഞ്ഞു, ചവച്ചരയ്ക്കാൻ പറയും ഞാൻ. പീസാക്കി, സ്മോൾ പീസാക്കി കൊടുക്കുവാണെങ്കിൽ സേഫ് ആയിരിക്കും. വലിയതായിട്ട് തന്നെ കൊടുക്കുമ്പോഴാണ് തൊണ്ടയിൽ ഇരിക്കുന്നത്. ഈ പോപ്പിൻസിന്റെ മുട്ടായി അതുപോലെ തന്നെയാ. എന്റെ കൊച്ചതെ പോപ്പിൻസിന്റെ മുട്ടായി തിന്നിട്ട് അവന്റെ തൊണ്ടയിൽ കുടുങ്ങി. പിന്നെ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഞാൻ തന്നെ ഉള്ളായിരുന്നു, എന്നാ ചെയ്യണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈത്തണ്ടയിലോട്ട് കമത്തി കിടത്തിയിട്ട് പുറത്ത് പതിയെ തട്ടി കൊടുത്തു. അപ്പോഴത്തേക്കും തെറിച്ചു വന്നു. അങ്ങനെ ഒരു ഇതുണ്ടായി. പോപ്പിൻസ്, പിന്നെ ഈ കോപ്പിക്കോട മുട്ടായി, അതൊന്നും ഇവര് കടിച്ചു പൊട്ടിക്കത്തില്ലല്ലോ, കൊടുക്കുവാണെങ്കിൽ അങ്ങ് മിഴുങ്ങും. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ഒന്ന് കെയർ ആയിരിക്കണം, ഇൻക്ലൂഡിങ് ഞാനടക്കം. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മള് മെറ്റീരിയൽസിൽ പോലും ചെറിയ തിങ്സ് ഉണ്ട് അല്ലെ. ഞാൻ ബീഡ്സ്, അല്ല നമ്മുടെ ബീഡ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസിൽ. അപ്പൊ ഈ ബീഡ്സ് മേബി കുട്ടികള് നമ്മൾ ശ്രദ്ധിക്കണം. ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെതായ രീതിയിൽ അവരത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല. പക്ഷെ നമ്മൾ കുട്ടികളിൽ ചെറിയ തിങ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു എന്താണ് കുറച്ച് ശ്രദ്ധിക്കുക. അവരോട് പറയണം, ഇത് ഇടാൻ പാടില്ല, ഇത് വായിൽ വെക്കരുത്. അങ്ങനെ അവരോട് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ്. നമ്മൾ എന്റെ വാശിക്ക് പറയരുത്, ചെയ്യാനേ പാടില്ല എന്നല്ല, അങ്ങനെ ഇത് വായിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു കാരണവശാലും ഇടരുത് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.